ഹരേ കൃഷ്ണ. ഓഗസ്റ്റ് 19 ഭാരതത്തിലുടനീളം രക്ഷാബന്ധനായിട്ടാണ് ആചരിക്കുന്നത്. ഈ ദിവസം 3 പ്രത്യേകതകളുണ്ട്. വൈഷ്ണവർ ബലരാമസ്വാമിയുടെ ജയന്തിയായി ആഘോഷിക്കുന്നു. പിന്നെയുള്ളത് ഗായത്രി ജയന്തിയാണ്. ഗായത്രി ദേവിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട 2 വീഡിയോകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉത്തരരാമായണത്തിൻ്റെ ആദ്യത്തെ ഭാഗവും ഇട്ടിട്ടുണ്ട്. പിന്നെ 19 മറ്റൊരു ഉത്സവമാണ് രക്ഷാബന്ധൻ. ഭാരതത്തിലുടനീളം രക്ഷാബന്ധനായി ആചരിക്കുന്നത് ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ്. ഇത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഉത്സവമാണ്. സാധാരണയായി ഉത്തരേന്ത്യയിലാണ് ഇത് കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യം പറയുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിരൽ ഒരിക്കലും മുറിഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ട് പഞ്ചപാണ്ഡവരുടെ ഭാര്യയായ ദ്രൗപദി തൻ്റെ സാരിയുടെ ഒരു കഷ്ണം വലിച്ചു കീറിയിട്ട് രക്തസ്രാവം തടയാനായിട്ട് വിരലിൽ കെട്ടിയെന്ന് പറയുന്നു. അങ്ങനെ സഹോദരനെ സംരക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സംരക്ഷണം അന്ന് ദ്രൗപദി ഭഗവാന് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ദ്രൗപദി എന്ത് ആവശ്യപ്പെട്ടാലും ഭഗവാൻ കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത്രയും വലിയ ഒരു ഗാഢമായ സഹോദരൻ ബന്ധത്തിലേക്ക് പിന്നീട് ആ ബന്ധം പോയി എന്നാണ് പറയുന്നത്. അപ്പം അതുപോലുള്ളൊരു ബന്ധം കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിലുടനീളം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങൾ തമ്മിൽ ഈ രാഖി കെട്ടിയിട്ട് അത് രക്ഷാബന്ധനായി ആചരിക്കുന്നത്. കാരണം അന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും ദ്രൗപദിയും ഒരു സമയത്ത് ഭഗവാന്റെ കൈവിരൽ മുറിഞ്ഞപ്പോൾ ദ്രൗപദി ഭഗവാനെ സംരക്ഷിച്ചു. അതേപോലെ ദ്രൗപദിക്ക് ആപത്തുകൾ വരുമ്പോഴൊക്കെ ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം വലിയ ഒരു സഹോദര ബന്ധമാണ്. ആ ബന്ധം പിന്തുടർന്നിട്ടാണ് ഈ ആഘോഷം തുടരുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം ഇതിൻ്റെ സമയമാണ്. രക്ഷാബന്ധൻ ദിനത്തിൽ രാഖി കെട്ടാനുള്ള ഏറ്റവും നല്ല സമയം അപരാഹ്ന സമയമാണ്. ഭാദ്രകാലത്തിൽ ഒരു കാരണവശാലും രക്ഷാബന്ധൻ ചടങ്ങുകൾ ചെയ്യാൻ പാടില്ല. ശുഭകാര്യങ്ങൾക്ക് ഭാദ്രകാലം നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. പൂർണിമ തിഥിയുടെ ആദ്യ പകുതിയിലാണ് ഭാദ്രകാലം വരുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആയതിനാൽ ഏതെങ്കിലും ശുഭകാര്യങ്ങൾ ആചരിക്കുന്നത് ഭാദ്രകാലത്തിൻ്റെ മുമ്പോ അല്ലെങ്കിൽ അതിനു ശേഷമോ ആകണം. ഇപ്രാവശ്യം രക്ഷാബന്ധൻ ചടങ്ങ്, അതായത് രാഖി കെട്ടുന്ന ചടങ്ങ് നടത്തേണ്ടുന്ന സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1:30 മുതൽ 8:56 രാത്രി 8:56 വരെയുള്ള 7 മണിക്കൂർ 27 മിനിറ്റ് സമയത്താണ്. അതല്ലാതെ രാവിലെ അല്ല രാഖി കെട്ടേണ്ടത്. ഈ സമയത്താണ് രാഖി കെട്ടേണ്ടത്. ഇതാണ് ഉത്തമമായ സമയം. അല്ലാതെ രാവിലെ രാഖി കെട്ടാൻ പാടില്ല. ഈ സമയത്ത് മാത്രമേ കെട്ടാൻ പാടുള്ളൂ. പഞ്ചാംഗം അനുസരിച്ചിട്ട് ഇതാണ് ഉത്തമമായ സമയമെന്നാണ് പറയുന്നത്. ഇനി രാഖി കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും സഹോദര സ്നേഹത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. രാമായണം വായിച്ച അല്ലെങ്കിൽ കേട്ട എല്ലാവർക്കും തന്നെ സഹോദര സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നന്നായി മനസ്സിലായി കാണും. ഇനി ഉത്തരരാമായണത്തിൽ ആദ്യ ഭാഗം തന്നെ കേട്ടാൽ ഇത്രത്തോളം ത്യാഗമായിരുന്നോ ലക്ഷ്മണൻ അനുഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. ജ്യേഷ്ഠനോടുള്ള അമിതമായ സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മയാണ് അത് ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത് വനവാസത്തിന് പോകുന്നതിന് മുമ്പായിട്ട്. രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം തന്നെ അതാണെന്നാണ് പറയുന്നത്. നമ്മളത് പ്രത്യേകം കഥയായി പറഞ്ഞിട്ടുണ്ട്, രാമായണം വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക. ഹരേ കൃഷ്ണ.